SSLC റീവാലുവേഷൻ മാർക്ക് കുറയുമോ? കഴിഞ്ഞ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിരവധി വിദ്യാർത്ഥികളുടെ സംശയം, സർ മാർക്ക് കുറയുമെന്ന് ഉറപ്പാണോ? പലരും പറയുന്നു മാർക്ക് കുറയില്ല എന്ന്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വിത്ത് പ്രൂഫാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇത്തരം എല്ലാ അലോട്ട്മെൻറ്റ് അപ്ഡേറ്റുകളും അറിയാൻ MS സൊല്യൂഷൻസിൻ്റെ ഈ ചാനലല്ല, MS സൊല്യൂഷൻസിൻ്റെ +1 ചാനലാണ് ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കേണ്ടത്. നിങ്ങൾ +1-ലെത്തി. സോ എൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഈ ചാനൽ പുതിയ SSLCക്കാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നേരെ +1 ചാനലിലേക്ക് വരിക. ഇനി അങ്ങോട്ടേക്കുള്ള അലോട്ട്മെൻറ്റ് അപ്ഡേറ്റുകൾ +1 ചാനലിലൂടെ ആയിരിക്കും അറിയിക്കുക. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2, നിങ്ങൾ +1-ൽ സയൻസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താഴെ വെറുതെ ഒരു സ്റ്റിക്കർ കൊടുത്തതല്ല, സ്ക്രോൾ ചെയ്യുന്നതല്ല. MS സൊല്യൂഷൻസിൻ്റെ യൂണീക്കായിട്ടുള്ളൊരു ഫ്യൂച്ചറാണ് MS സൊല്യൂഷൻസിൻ്റെ ഷുവർ A+ ബുക്ക്. ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ ഫുൾ A+ നിങ്ങൾ ഉറപ്പിച്ചതുപോലെ തന്നെ +1-ലും ഫുൾ A+ ഗ്യാരണ്ടീഡാണ്. MS സൊല്യൂഷൻസിൻ്റെ ഷുവർ A+ ബുക്ക് ഇപ്പോൾ ഓഫർ അവൈലബിളുമാണ്. താഴെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യട്ടോ. ഓക്കെ. 2, മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ റിസൾട്ട് ഏതുമാകട്ടെ നിങ്ങൾ റീവാലുവേഷന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടല്ലല്ലോ. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നതാണല്ലോ. എന്നിരുന്നാലും നിങ്ങളുടെ മാർക്ക് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാൻ MS സൊല്യൂഷൻസിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെയുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ഫോം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യട്ടോ. ഓക്കെ, യെസ്, ശ്രദ്ധിച്ചോളി. iExam എന്ന് പറയുന്ന പോർട്ടലിലാണ് നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ റിസൾട്ട് വരുന്നതും. ഇതിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ റീവാലുവേഷൻ്റെ ലിങ്ക് തിങ്കളാഴ്ച രാവിലെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. മേ ബി ഞായറാഴ്ച രാത്രിയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച പുലർച്ചെയോ ഒക്കെ ആയിട്ട് റീവാലുവേഷൻ്റെ ലിങ്ക് വെബ്സൈറ്റ് ഓപ്പൺ ആകും. അത് iExamൻ്റെ ഈ ഒരു പോർട്ടലായിരിക്കും ഉണ്ടാവുക. ഇതിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും 9 സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, തേർഡ് സോഷ്യൽ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. 1, 2, 3, 4, 5, 6, 7, 8, 9 IT റീവാലുവേഷന് കൊടുക്കാൻ കഴിയില്ല. സോ ഈ 9 സബ്ജക്റ്റുകളുടെയും റൈറ്റ് സൈഡിലായിട്ടൊരു കോളമുണ്ട്, റീവാലുവേഷൻ ഉണ്ട്, ഫോട്ടോ കോപ്പി ഉണ്ട്, സ്ക്രൂട്ടനി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൊടുക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫിസിക്സിൽ A ഗ്രേഡ് കിട്ടിയ കുട്ടി റീവാലുവേഷന് കൊടുക്കാൻ കേട്ടോ. സോ അവൾ എന്ത് ചെയ്യും, ഈ റീവാലുവേഷന് ടിക്കറ്റ്. ഈ കുട്ടിക്ക് ഇതിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ അത് ഇവിടെ ടിക്കിടാം. പക്ഷേ ഫോട്ടോ കോപ്പി ആവശ്യമില്ലെങ്കിലോ ടിക്കിടേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ഹിന്ദിയാണ് പിന്നെ കൂടുതലും ആൾക്കാർക്ക്. പോട്ടെ, മാത്സ് ആയിക്കോട്ടെ. മാത്സിൽ A ഗ്രേഡാണ്, അതിനും എന്ത് കൊടുത്തു, റീവാലുവേഷൻ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ, സബ്മിറ്റ് അപ്ലിക്കേഷൻ ഫോം അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്ത് വരും, കൺഫർമേഷൻ ചോദിക്കും. ആ കൺഫർമേഷൻ ചോദിക്കുമ്പോൾ 2 സബ്ജക്റ്റ്, ആ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് 800 രൂപ കൊടുക്കണം എന്നുള്ള ഒരു ഫോം ഉണ്ടാവും. ഓക്കെ. സോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോം കിട്ടും. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ പ്രിൻ്റ് ഔട്ട് എടുത്ത ഫോമും അതിൽ 800 ഓൾറെഡി ഓട്ടോമാറ്റിക്കലി എമൗണ്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഫോട്ടോ കോപ്പിയും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 200 രൂപയുടെ ആഡ് ചെയ്യും. ഫോട്ടോ കോപ്പിക്ക് 200 ആണല്ലോ. സോ 800 + 200 1000 രൂപ. ആ പൈസയും ഈ ഒരു ഫോം നിങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ. സോ സ്കൂൾ കൊണ്ടുപോയി കൊടുക്കുന്നതോടുകൂടി മാത്രമേ എന്താവുള്ളൂ, റീവാലുവേഷൻ റീവാലുവേഷൻ കൊടുക്കേണ്ട ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. ഇനി റീവാലുവേഷൻ്റെ റിസൾട്ട് വരികയാണെങ്കിൽ, ഇത് ഞാൻ കഴിഞ്ഞ വർഷം ലൈവായിട്ട് ചെയ്ത ഒരു കുട്ടിയുടെ റീവാലുവേഷൻ ചെക്ക് ചെയ്ത റിസൾട്ടാണ്. അത് ഞാൻ തപ്പി പിടിച്ച് കൊണ്ടുവന്ന കേട്ടോ. നോക്കിക്കേ, അതിൽ ഇംഗ്ലീഷും സോഷ്യൽ സയൻസും 2 വിഷയത്തിലും A ഗ്രേഡ് കിട്ടിയ ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, 8 A+ കിട്ടി. 2 A ഗ്രേഡ് ഉള്ള കുട്ടി റീവാലുവേഷന് 2 വിഷയം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, A+ ആവാൻ വേണ്ടിയിട്ട് റീവാലുവേഷന് കൊടുത്തു. അപ്പോൾ കുട്ടി എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും, 400 800 രൂപ കൊടുത്തിട്ടുണ്ടാവും. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആ കുട്ടിക്ക് A എന്തായിട്ടുണ്ട്, ഓൾഡ് ഗ്രേഡ് A ആണ്, റീവാലുവേഷൻ്റെ ഗ്രേഡും A ആണ്. അപ്പോൾ എന്തായിട്ടുണ്ട്, നോ ഗ്രേഡ് ചേഞ്ച് ആണ്. ഗ്രേഡ് എന്തായിട്ടില്ല, ചേഞ്ച് ആയിട്ടില്ല. 1. 2, സോഷ്യൽ സയൻസിൽ A ഗ്രേഡ് ഉള്ള ഓൾഡ് ഗ്രേഡ് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തായി, A+ ആയി. അപ്പോൾ എന്തായി, ഗ്രേഡ് ചേഞ്ച്ഡ്. അപ്പോൾ നിങ്ങൾ പറ, ഇപ്പോൾ ആ കുട്ടിക്ക് എത്ര A+ ഉണ്ടാകും? യെസ്, ആ കുട്ടിക്ക് 9 A+ഉം 1 A ഗ്രേഡുമായി മാറിയല്ലോ. ഇനി ആ കുട്ടിക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും? യെസ്, സാർ എന്താ 10ാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ക്ലാസ് എടുക്കുന്ന ചോദിക്കില്ലേ? യെസ്, A ഗ്രേഡ് അതിൻ്റെ പൈസ 400 കിട്ടൂല. പക്ഷേ A ഗ്രേഡ് A+ അതിൻ്റെ ഗ്രേഡ് ഇതുപോലെ പച്ച കളറിൽ ഗ്രേഡ് ചേഞ്ച്ഡ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ട് 400 രൂപ സ്കൂളിൽ ചെന്നാൽ തിരിച്ചു കിട്ടും, റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ട്. ഇനി വേറൊന്നുകൂടി ഉണ്ട്. ഇനി ഞാൻ അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ
വേറൊരു കുട്ടി ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ റീവാലുവേഷൻ ഗ്രേഡിൻ്റെ സ്ഥാനത്ത് ഇവിടെ B+ എന്ന് കാണിച്ചു എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് എന്താ ഉണ്ടാവുക? A ഗ്രേഡ്, ഓൾഡ് ഗ്രേഡാണ്. റീവാലുവേഷൻ ഗ്രേഡ് എന്താണ്? B+ ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? നിങ്ങൾ പറയും. നോ ഗ്രേഡ് ചേഞ്ച് ആയിട്ടില്ല, മീൻസ് പുതിയൊരു ചേഞ്ചിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഗ്രേഡ് എങ്ങോട്ട് പോയിട്ടുണ്ട്? ഗ്രേഡ് ചേഞ്ച്ഡ് ആണ്. എങ്ങോട്ടേക്കാണ് ചേഞ്ച് ആയത്? പച്ച കളറിലായിരിക്കില്ല, ചുവന്ന കളറിലായിരിക്കും ഉണ്ടാവുക. A ഗ്രേഡ് എന്തായിട്ടുണ്ട്? B+ താഴോട്ട് പോയിട്ടുണ്ട്. പക്ഷേ നോ ഗ്രേഡ് ചേഞ്ച് ആയിരിക്കും സ്റ്റാറ്റസ് ഉണ്ടാവുക. കാരണം ഇവിടെ വ്യക്തമായി കൊടുത്ത ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാ, ഹയർ ഗ്രേഡ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ റിസൾട്ട്. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് തന്നത്. അതായത് നിങ്ങൾ റീവാലുവേഷൻ കൊടുത്ത് ഈ റിസൾട്ട് വന്ന് ഇതിപ്പോൾ റീവാലുവേഷൻ കൊടുത്ത് കഴിഞ്ഞ് ഒരു സൈറ്റ് ഓപ്പൺ ആകും. ആ സൈറ്റിൽ നിങ്ങൾ റീവാലുവേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്നതാ, റീവാലുവേഷൻ ചെക്ക് ചെയ്യുന്ന സൈറ്റ് ഇതാണ്. ഇതാ iExamൽ ഇതുപോലെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ കൊടുക്കുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, എന്നിട്ട് വ്യൂ റിസൾട്ട് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾ ചെക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇതുപോലെ ഇൻ്റർഫേസാണ് വരിക. ആ ഇൻ്റർഫേസിൽ ഒരു കുട്ടിയുടെ ഇംഗ്ലീഷ് A ഗ്രേഡ് ആയിരുന്നു പഴയത്, അതിൻ്റെ നേരെ B+ ആയിട്ടുണ്ടെങ്കിൽ, അതായത് രണ്ടാമത് ടീച്ചർ വാല്യൂ ചെയ്തപ്പോൾ ടീച്ചർക്ക് മനസ്സിലായി ആദ്യം നോക്കിയ ടീച്ചർ എന്ത് ചെയ്തതാണ്, കുറച്ച് മാർക്ക് കൂട്ടി കൊടുത്തതാണ്, ഈ കുട്ടിക്ക് B+ ഗ്രേഡ് കിട്ടാനുള്ള പവറേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, A ഗ്രേഡിനെ B+ ആക്കി, ഗ്രേഡ് ഒന്ന് താഴോട്ട് പോയി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. റീവാലുവേഷൻ റിസൾട്ടിൽ മാർക്ക് കുറയും. എന്നാൽ ഈ പോയിന്റ് നോക്കൂ, ഹയർ ഗ്രേഡ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ റിസൾട്ട് സർട്ടിഫിക്കറ്റിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഈ ഹയർ ഗ്രേഡ് ആയിരിക്കും. അതായത് ഈ വർഷം അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് തൊട്ട് മുന്നേ, അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്, റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ റീവാലുവേഷൻ്റെ റിസൾട്ടിന് ശേഷമുള്ള ഹയർ ഗ്രേഡുകൾ വെച്ച്, അതായത് ഗ്രേഡ് കൂടിയവർക്ക് ആ ഗ്രേഡ് വെച്ചിട്ടുള്ള അലോട്ട്മെൻ്റ് ആയിരിക്കും, സീറ്റായിരിക്കും വരുന്നുണ്ടാവുക, +1 അലോട്ട്മെൻറ്റ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ വർഷം കുറച്ച് നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ, എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പേ, അപ്ലൈ ചെയ്യുമ്പോഴല്ല. നിങ്ങളുടെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 21 മേ ബി ഈ 21 മുമ്പേ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് വന്നേക്കാം. അതല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ആയ ജൂൺ 2 തൊട്ട് മുന്നേ ഒരു 28 മുമ്പേ എന്ത് വന്നേക്കാം, നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് വന്നേക്കാം. കാരണം വ്യക്തമായി സർക്കുലറിൽ പറയുന്നുണ്ട്, ഈ വരുന്ന മെയ് 28 റീവാലുവേഷന് ശേഷം കുട്ടികൾക്ക് പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്കും കൂടി ക്ലിയർ ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യണം, അതത് സ്കൂളുകൾ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണം. ഏത് 28. സോ നമുക്ക് ഉറപ്പിക്കാം 28 ആ പിന്നെ ടീച്ചേഴ്സ് സ്കൂളിലെ HM അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ റിസൾട്ട് വരണ്ടേ. സോ ഈ വരുന്ന മെയ് 28 മുമ്പേ എന്തായാലും റിസൾട്ട് വന്നിരിക്കും. ആ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അത് പെട്ടെന്ന് ഒരു ദിവസം രാത്രി അങ്ങോട്ട് വരിക ചെയ്യുക, റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, ഈ 28 ശേഷമാണല്ലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പേ നിങ്ങളുടെ റീവാലുവേഷൻ റിസൾട്ട് വരും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീണ്ടും ഞാൻ എടുത്തു പറയാണ്, നിങ്ങളുടെ റീവാലുവേഷൻ്റെ ഗ്രേഡ് എയിൽ നിന്ന് B+ പോയാലും എയിൽ നിന്ന് ബിയിലേക്ക് താഴോട്ട് പോയാലും ഗ്രേഡ് നിങ്ങൾ ചേഞ്ച് ആവില്ല. ഏത് ഗ്രേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഹയർ ഗ്രേഡ് ആയിരിക്കും ഉണ്ടാവുക. ഹയർ ഗ്രേഡ് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ദ റിസൾട്ട്. അതായത് ഒന്നും കൂടി ലാസ്റ്റ് ആയിട്ട് പറയാം കേട്ടോ, A ഗ്രേഡ് B+, B, C+, B+, പോലെയുള്ള താഴോട്ട് ഗ്രേഡ് പോയാൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഹയർ ബെസ്റ്റ് ഓഫ് 2, ഇപ്പോൾ A B+ ആയില്ലേ, അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാ, A അല്ലേ. സോ ഓൾഡ് ഗ്രേഡ് തന്നെയാണ് പരിഗണിക്കുക. അതേതാണ്, A ഗ്രേഡാണ്. ഇനി A ഗ്രേഡ് A+ ആയാൽ ഗ്രേഡ് ചേഞ്ച്ഡ് എന്നുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, A+ പരിഗണിക്കും. അപ്പോൾ വേറൊരു ഡൗട്ട് എന്നോട് കുട്ടി ചോദിച്ചിരുന്നു കേട്ടോ, ഇത് സിമ്പിൾ ഡൗട്ടാണ്. സാറേ, A ഗ്രേഡ് A+ ആയാൽ മാത്രമേ ഗ്രേഡ് ചേഞ്ച് ആവുമോ? അല്ലടാ, നിങ്ങൾക്ക് B ഗ്രേഡ് ഉള്ളത് B+ ആയി, ഗ്രേഡ് കൂടി. C ഗ്രേഡ് ഉള്ളത് C+ ആയി, ഗ്രേഡ് കൂടി. B+ A ഗ്രേഡായി, ഗ്രേഡ് കൂടി. ഇങ്ങനെ ഗ്രേഡ് കൂടുന്നതൊക്കെ ഈ ഗ്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 400 രൂപ തിരിച്ച് കിട്ടും. മോനെ, ഇതൊരു ഭാഗ്യ പരീക്ഷണമാണ് മക്കളെ. 400 രൂപ തിരിച്ച് കിട്ടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, രണ്ടർത്ഥമുണ്ട്, പൈസ വാങ്ങലൈസേഷൻ ഉണ്ട്, പൈസ തിരിച്ചലൈസേഷൻ ഉണ്ട്. ഇതിൽ തിരിച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതൊക്കെ ഇപ്പോൾ ചെയ്യാനുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു ഡയലോഗ് ഉണ്ട്, വലിയ ഒരു പൈസക്കാരന് ഹുങ്ക് കാണിക്കുന്നത് പോലെ, സാറേ ഫുൾ A+ കിട്ടിയവന് റീവാലുവേഷന് കൊടുക്കണോ, ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്.
കാര്യം ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ടല്ലോ. സാർ എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ട്, റിവാലുവേഷന് കൊടുക്കണം, എന്താണ് സാർ സ്ക്രൂട്ടനിക്ക് കൊടുക്കണം, ഫോട്ടോ കോപ്പി കൊടുക്കുകയാണെങ്കിൽ പിന്നെയും ഗവൺമെൻറ്റിന് പൈസയും കിട്ടുമല്ലോ. 9 സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1800 രൂപ കിട്ടും. ഒരു ആക്കലൈസേഷൻ ഉണ്ട് മറ്റ് സ്റ്റുഡൻസിന് മുമ്പിൽ വെച്ചിട്ട്, സാർ എനിക്ക് റിവാലുവേഷൻ ഫുൾ എ പ്ലസ് കിട്ടിയത് റിവാലുവേഷൻ കൊടുക്കണം സാർ. അപ്പോൾ നമ്മൾ എന്താ പറയുക, അത് വേണ്ടല്ലോ, ഫുൾ എ പ്ലസ് കിട്ടില്ല, എന്തിനാണ് റിവാലുവേഷൻ? അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ആൾക്കാർ അടുത്തിരിക്കുന്ന ആൾക്കാർ ഓന് ഫുൾ എ പ്ലസ് ആട്ടോ, മഷാ അല്ലാ മഷാ അല്ലാ, മോനെ കണ്ണേറ് വരും. ആയിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും റിവാലുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലെങ്തി ആക്കിയത് മറ്റൊന്നും കൊണ്ടുമല്ല, റിവാലുവേഷൻ്റെ എത്ര വീഡിയോ ചെയ്തിട്ടും നിങ്ങൾക്കൊരു തൃപ്തി കിട്ടുന്നില്ല. ഈ വീഡിയോനടിയിൽ എന്തായാലും ഒരു കമൻറ്റ് ഉണ്ടാവും, സാർ അപ്പോൾ ശരിക്കും മാർക്ക് കൂടുമോ, അപ്പോൾ ശരിക്കും മാർക്ക് കുറയോ, സാർ റിവാലുവേഷൻ റിസൾട്ട് അലോട്ട്മെൻറ്റിൻ്റെ മുമ്പ് വരുമോ അല്ല ശേഷം വരുമോ, ഇതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സാർ ഈ റിവാലുവേഷൻ്റെ റിസൾട്ട് റിവാലുവേഷൻ കൊടുക്കുന്നതിന് മുമ്പ് വരുമോ, ആറ്റാന്ന്. ആയിക്കോട്ടെ. സോ വീണ്ടും കാണാം. പിന്നെ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് MS സൊല്യൂഷൻ +1 എന്ന് പറഞ്ഞ ചാനൽ അറിയിക്കും. അത് ചെയ്യണം. ഗൂഗിൾ ഫോം എന്തായാലും ഫില്ല് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏത് റിസൾട്ട് ആണെങ്കിലും നിങ്ങൾ ഫില്ല് ചെയ്യുക. മാർക്ക് കുറഞ്ഞവരുണ്ടെങ്കിലും കൂടിയവരുണ്ടെങ്കിലും അവർക്ക് വേണ്ട കൗൺസിലിംഗ് MS സൊല്യൂഷൻ തന്നിരിക്കും കേട്ടോ. നിങ്ങൾ ഉറങ്ങുകയാണ്, അതല്ലടാ കൗൺസിലിംഗ്, നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ള കൗൺസിലിംഗ് തന്നിരിക്കും. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.